വർഷത്തിനുള്ളിൽ ഏകദേശം 21,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതിയാണ് നമ്മുടെ ഇന്ത്യ നടത്തിയത്. ഈ കണക്കിലും കൂടുതലുണ്ടാകും. ഞാനൊരു ഏകദേശ കണക്ക് പറഞ്ഞു വെച്ചതാണ്. അതായത് ഇന്ത്യ പഴയ ഇന്ത്യയല്ല. കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിൽ മാത്രം ഇന്ത്യയിൽ വന്ന മാറ്റങ്ങൾ പറയാൻ തുടങ്ങിയാൽ അത് ഇവിടെയൊന്നും നിൽക്കില്ല. ഉദാഹരണത്തിന് ഇന്ത്യയുടെ ആയുധ വ്യാപാരം തന്നെ ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ലോക രാജ്യങ്ങളെ വെച്ച് താരതമ്യപ്പെടുത്തിയാൽ ഇന്ത്യ അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കും. ചുരുങ്ങിയ കാലയളവിലാണ് അത്തരത്തിലൊരു വമ്പൻ കുതിച്ചുചാട്ടം നമ്മുടെ രാജ്യം കാഴ്ചവെച്ചത്. ആ മുന്നേറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ, മിസൈലുകൾ, കപ്പലുകൾ, തോക്കുകൾ എന്നിവ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ കൂടുതൽ ആവശ്യപ്പെടുന്നതിനാൽ ഇന്ത്യയുടെ വളർന്നു വരുന്ന പ്രതിരോധ വ്യവസായം അതിവേഗം ആഗോള അംഗീകാരം നേടുന്നു. ബ്രാമോസ് മിസൈൽ, അർമേനിയയ്ക്കുള്ള പീരങ്കി തോക്കുകൾ, അമേരിക്കയുടെ കൃത്യമായ ഭാഗങ്ങൾ എന്നിവ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി വിപുലീകരിക്കുന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. വാസ്തവത്തിൽ ഈ വർഷം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 21,000 കോടി കവിഞ്ഞു. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒരു ദശകം മുമ്പുള്ളതിനേക്കാൾ 30 മടങ്ങാണ് ഇതിൽ വർധന രേഖപ്പെടുത്തിയത്. അടുത്തിടെ വരെ വില കൂടിയ വിദേശ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് പേര് കേട്ട ഒരു രാജ്യത്തിന് ഇതൊരു സുപ്രധാന പരിവർത്തനത്തെ അടയാളപ്പെടുത്തുകയാണ്. പരമ്പരാഗതമായി ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായം ആഗോളതലത്തിൽ ഒരു പ്രധാന അംഗമായിരുന്നില്ല എന്ന് തന്നെ പറയാം. 1947 സ്വാതന്ത്ര്യം നേടിയ ശേഷം ഇന്ത്യൻ സർക്കാർ പ്രതിരോധ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അതുപോലെ തന്നെ ഭാരത് ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, അതുപോലെ മാസഗോൺ ഡോക്സ് തുടങ്ങിയ പൊതുമേഖലാ കമ്പനികൾ സ്ഥാപിച്ചു. ഈ കമ്പനികൾ അടിസ്ഥാന പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതേസമയം പ്രധാന സംവിധാനങ്ങൾ വിദേശത്ത് നിന്നും വാങ്ങി. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 1959 ആരംഭിക്കുന്നത്. എന്നാൽ ദശാബ്ദങ്ങളോളം അവ ചെറിയ തോതിൽ തന്നെ തുടർന്നു വരികയായിരുന്നു. കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യ ഏതാനും സൗഹൃദ രാജ്യങ്ങൾക്ക് വിറ്റു. 2001 പ്രതിരോധ സാമഗ്രികൾ നിർമ്മിക്കാൻ സ്വകാര്യ കമ്പനികളെ ഇന്ത്യ അനുവദിച്ചതോടെയാണ് ഭൂപ്രകൃതി മാറിത്തുടങ്ങുന്നത്. എന്നിരുന്നാലും രാജ്യത്തിൻ്റെ നിയന്ത്രിത കയറ്റുമതി നയങ്ങൾ അർത്ഥമാക്കുന്നത് പുരോഗതി മന്ദഗതിയിലാണെന്നായിരുന്നു. 2004 നും 2014 ഇടയിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി വെറും 4,312 കോടി മാത്രമായിരുന്നു. ഈ കോടിക്കണക്ക് കേട്ട് അന്താളിക്കേണ്ട, മറ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ പിന്നിലാണ്. എന്നാൽ 2014-15 കാലഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ വർഷം വരെ, അത് ആഗോളതലത്തിൽ ഏകദേശം 90 രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നതോടെ 88,319 കോടിയായിട്ടാണ് ഉയർന്നത്. ഇതിൽ ഒരു വഴിത്തിരിവായത് ശരിക്കും പറഞ്ഞാൽ 2014 നടപ്പിലാക്കിയ 3 സുപ്രധാന മാറ്റങ്ങളാണ്. അതായത് തന്ത്രം, നയം, നയതന്ത്രം. അതായത് 2014 സെപ്റ്റംബറിൽ ഇന്ത്യ ആദ്യമായി ഒരു പ്രതിരോധ കയറ്റുമതി തന്ത്രം അവതരിപ്പിക്കുന്നു. ആയുധ വിൽപ്പനയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരെ ഒരുമിച്ച് കൊണ്ടുവന്നതാണത്. 2020 പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2025 പ്രതിരോധ കയറ്റുമതിയിൽ $5 ബില്യൺ ലക്ഷ്യമായി നിശ്ചയിച്ചു. ഇത് തന്ത്രപരമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനം കെട്ടിപ്പടുക്കാൻ ലക്ഷ്യമിട്ടുള്ള നയമാറ്റങ്ങൾ ഈ തന്ത്രത്തെ പിന്തുണച്ചു. ആത്മനിർഭർ ഭാരത് സംരംഭം സ്വാശ്രയത്വത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞതൊന്നാണ്. ഇത് 2020 പ്രതിരോധ ഏറ്റെടുക്കൽ നടപടിക്രമം അവതരിപ്പിക്കുന്നതിലേക്ക് നയിച്ചു. ഇത് സായുധ സേനയ്ക്കായി ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണനയും നൽകി. ആയിരക്കണക്കിന് പ്രതിരോധ വസ്തുക്കളുടെ ഇറക്കുമതി നിരോധിച്ചുകൊണ്ട് അവ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാൻ ഇന്ത്യൻ കമ്പനികളെ നിർബന്ധിതരാക്കുന്ന സ്വദേശി വൽക്കരണ പട്ടികയും സർക്കാർ പുറത്തിറക്കി. ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷന്റെ അഭിപ്രായത്തിൽ ഈ നയം വിജയകരമായിരുന്നു. പട്ടികയിലെ 62.5% ഇനങ്ങളും ഇതിനകം സ്വദേശീവൽക്കരിക്കപ്പെട്ടതാണ്. പ്രതിരോധ കമ്പനികൾക്ക് പാലിക്കൽ ആവശ്യകതകൾ നിറവേറ്റുന്നതിനും കയറ്റുമതി ലൈസൻസുകൾ നേടുന്നതിനും ഇന്ത്യ എളുപ്പമാക്കുകയും ചെയ്തു. അതേസമയം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി വികസിപ്പിക്കുന്നതിൽ നയതന്ത്ര ശ്രമങ്ങൾ നിർണായക പങ്ക് വഹിച്ചിട്ടുമുണ്ട്. സൈനിക കരാറുകൾക്കായി വിദേശകാര്യ മന്ത്രാലയം വിവിധ രാജ്യങ്ങളിൽ പ്രതിരോധ അറ്റാച്ചുകളെ നിയമിച്ചു. കൂടാതെ ഇന്ത്യ മറ്റ് രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ചും ആഫ്രിക്കയിൽ, ഇന്ത്യൻ പ്രതിരോധ ഉപകരണങ്ങൾ അനുകൂലമായ നിബന്ധനകളിൽ വാങ്ങാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്തു. ശ്രീലങ്ക, വിയറ്റ്നാം, ഗയാന, ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഈ ക്രെഡിറ്റ് ലൈനുകളിൽ നിന്ന് പ്രയോജനം നേടിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മുൻകാലങ്ങളിൽ നിന്നും വിഭിന്നമായി ആയുധ വിപണിയിൽ ശക്തമായ മുന്നേറ്റമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് പ്രമുഖ റഷ്യൻ മാധ്യമമായ റഷ്യ ടുഡേ പോലും ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായം സമീപ വർഷങ്ങളിൽ മികച്ച നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ദേശീയ സുരക്ഷയ്ക്കായി നൂതന പ്രതിരോധ സംവിധാനങ്ങളുള്ള സായുധ സേനകളാണ് ഇന്ത്യക്കുള്ളത്. ഇതിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രവും ജനസാന്ദ്രതയുള്ളതുമായ സംസ്ഥാനത്ത് പ്രതിരോധ വ്യവസായ ഇടനാഴി വികസിപ്പിക്കുന്നത് ഒന്നിലധികം നേട്ടങ്ങൾക്കായുള്ള തന്ത്രപരമായ നീക്കമാണ്. ആത്മനിർഭർ ഭാരത് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വം കൈവരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സുപ്രധാനമായ ചുവടുവയ്പ്പാണ്. ആത്മനിർഭർ ഭാരത് എന്ന ആശയം
സാമ്പത്തിക സ്വാശ്രയത്തിന് ഊന്നൽ നൽകിയ ഇന്ത്യയുടെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പുനരുജ്ജീവനവുമാണ്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഗോള സംഘർഷങ്ങൾ പ്രതിരോധ രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളുടെ പ്രാധാന്യത്തെയും ടാർഗറ്റിംഗ് കഴിവുകളെയും എടുത്തു കാണിക്കുന്നു. കൃത്യമായ സർക്കാർ ഇടപെടലുകളോടെ സപ്ലൈ ചെയിൻ സോഴ്സിംഗ്, സോഫ്റ്റ്വെയർ വികസനം, പ്രതിരോധ ഗവേഷണം, ഉൽപ്പാദനം എന്നിവയുടെ ആഗോള ഹബ്ബായി മാറാൻ ഇതോടെ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. 2019 ഇന്ത്യ വടക്ക് ഉത്തർപ്രദേശിലും തെക്ക് തമിഴ്നാട്ടിലും പ്രതിരോധ വ്യവസായ ഇടനാഴികൾ സ്ഥാപിക്കുകയുണ്ടായി. 2025ഓടെ ഒരു വലിയ മൂല്യമുള്ള ഉപകരണങ്ങൾ എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ സ്വദേശീവൽക്കരണം പ്രോത്സാഹിപ്പിക്കുകയും ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ പദ്ധതിയിടുകയും ചെയ്യുന്നുണ്ട്. പ്രതിരോധ മന്ത്രാലയം നിശ്ചയിച്ചിട്ടുള്ള സ്വദേശീവൽക്കരണ ആവശ്യകതകൾ പിടിച്ചെടുക്കുക എന്നതാണ് ഇടനാഴിയുടെ പ്രധാന ലക്ഷ്യം. 2019 മുതൽ പ്രതിരോധ എയ്റോസ്പേസ് മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഇന്ത്യ ദേശീയ GDPയുടെ പ്രതിരോധ ബജറ്റിലേക്കുള്ള പങ്ക് വർദ്ധിപ്പിക്കുകയാണ്. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് 6.21 ട്രില്യൺ രൂപയായി, അതായത് $75 ബില്യൺ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് മുൻ വർഷത്തേക്കാൾ 4.78% കൂടുതലാണ്. അതായത് വർഷത്തെ മൊത്തം ഫെഡറൽ ബജറ്റിന്റെ 12.9% വരും. അടിസ്ഥാന സൗകര്യങ്ങളും വ്യാവസായിക ആവാസ വ്യവസ്ഥയുമുള്ള ഒരു നിർമ്മാണ ശക്തി കേന്ദ്രമാണ് തമിഴ്നാട്. അതേസമയം ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനവും ചരിത്രപരമായി ഏറ്റവും ദരിദ്രമായ സംസ്ഥാനവുമാണ് ഉത്തർപ്രദേശ്, അറിയാമല്ലോ. എന്നാൽ ഇവിടെ നിലവിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രതിരോധ ഉൽപ്പാദന കേന്ദ്രം സ്ഥാപിക്കുക എന്നത് സാമ്പത്തികമായ മുന്നേറ്റം മാത്രമല്ല, മറിച്ച് പ്രാദേശിക അസമത്വങ്ങൾ പരിഹരിക്കുന്നതിലും ഒരു നാഴികക്കല്ലായിരിക്കും. ഉത്തർപ്രദേശിലെ തൊഴിൽ സാധ്യതയെ വൻതോതിൽ ഉയർത്തുന്നതിനും സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും അവികസിത മേഖലയിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള ശ്രമങ്ങളെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. 2020 പ്രതിരോധ മന്ത്രാലയം ആദ്യമായി ഉത്തർപ്രദേശിനെ തലസ്ഥാനമായ ലക്നൌവിൽ വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി ഒരു ഡിഫെക്സ്പോ ബിനാലെ സംഘടിപ്പിച്ചിരുന്നു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, പ്രതിരോധ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കാൻ വിദേശ ആഭ്യന്തര കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയൊക്കെയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തിന്റെ പ്രതിരോധ ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഉത്തർപ്രദേശ് പ്രതിരോധ വ്യാവസായിക ഇടനാഴി ലക്നൗ, കാൺപൂർ, ആഗ്ര, അലിഗഡ്, ഝാൻസി, ചിത്രകൂട് ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു. ഉത്തർപ്രദേശ് ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. രാജ്യത്തിന്റെ GDPയിൽ ഏകദേശം 9.2% ഉത്തർപ്രദേശിൽ നിന്നുള്ള സംഭാവന. യൂറോപ്പിനേക്കാൾ വലിയ ജനസംഖ്യയുണ്ട്. വളർന്നു വരുന്ന പ്രതിരോധ കയറ്റുമതി വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കാനും വ്യാവസായിക ശൃംഖല ഉയർത്താനും ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാനം വിപുലമായ ഇടത്തരം ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾ മേക്ക് ഇൻ UP എന്ന പദ്ധതിക്കും ശ്രമിക്കുന്നുണ്ട്. ഈ സംരംഭം ഏകദേശം 5000 ചെറുകിട വെണ്ടർ കമ്പനികളുടെ രൂപീകരണത്തിന് വഴിവെക്കും. അവയാകട്ടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തവുമാണ്. ഇങ്ങനെയാണ് ഉത്തർപ്രദേശ് എക്സ്പ്രസ് വേസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അഡീഷണൽ CEO ആയ ശ്രീഹരി പ്രതാപ് ഷാഹി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നോഡൽ ഏജൻസിയാണ് UPEIDA. സായുധ സേവനങ്ങളുടെ ആവശ്യകതകൾ പ്രാദേശിക വിഭവങ്ങളും കഴിവുകളും പ്രയോഗിച്ച് വിന്യസിക്കുന്നതിലൂടെ പ്രദേശത്തെ സാമ്പത്തിക വളർച്ചയെ നയിക്കാൻ ഈ ഇടനാഴികൾ ലക്ഷ്യമിടുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഈ ഇടനാഴിയുടെ പ്രയോജനം ഒരു കാലത്ത് പ്രകടമാകും. ഇത് ധാരാളം നിർമ്മാണ അവസരങ്ങൾ തുറക്കുന്നുണ്ട്. ആർമി ഡിസൈൻ ബ്യൂറോയിലെ മുൻ കൺസൾട്ടന്റായ സപ്ന കാര്യ പറയുന്നു. ഉത്തർപ്രദേശ് പ്രതിരോധ ഇടനാഴിയിലുടനീളം 150ലധികം പ്രതിരോധ പദ്ധതികൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അടുത്ത 2 വർഷത്തിനുള്ളിൽ 40,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ്, ബ്രാമോസ് എയ്റോസ്പേസ്, അങ്കോർ റിസർച്ച് ലാബ്സ്, ടാറ്റ ടെക്നോളജീസ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ഡെൽറ്റ കോംബാറ്റ് സിസ്റ്റംസ് തുടങ്ങിയ ഇന്ത്യയിലെ സർക്കാരും സ്വകാര്യ പ്രതിരോധ ഭീമന്മാരും ഉത്തർപ്രദേശ് ഇടനാഴിയുടെ വളർച്ചയ്ക്ക് മികച്ച സംഭാവനകൾ നൽകുന്നവരാണ്. ഉത്തർപ്രദേശ് സർക്കാർ വിവിധ കമ്പനികളുമായി 154 ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചിട്ടുമുണ്ട്. ദേശീയ നിക്ഷേപങ്ങൾക്ക് സ്വകാര്യ മൂലധനത്തിന്റെ ദൗർലഭ്യം കാരണം ഗവൺമെന്റിന് ഒരു പ്രാഥമിക പിന്തുണ ആവാസ വ്യവസ്ഥ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യവുമാണ്. ഇതിലൂടെ റോഡുകൾ, പവർ ട്രാൻസ്മിഷൻ, വിതരണ സൗകര്യങ്ങൾ, സൈനിക ഉപകരണങ്ങളുടെ പരിശോധന സൈറ്റുകൾ, എയർ സ്ട്രിപ്പുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപം നടത്താൻ സഹായിക്കുന്നു. ഉത്തർപ്രദേശ് ഇപ്പോൾ ഇന്ത്യയുടെ വൈൽഡ് വെസ്റ്റായി കണക്കാക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് വളരെ അകലെയാണ്. ഓരോ പ്രതിരോധ വ്യാവസായിക ഇടനാഴിയിലും ഈ ആവശ്യ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് ഏകദേശം $2.4 ബില്യൺ നിക്ഷേപിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഉത്തേജിപ്പിക്കാനും ഇത്തരത്തിലുള്ള സംരംഭത്തിന്റെ വിജയം ഉറപ്പാക്കാനും ഈ നിക്ഷേപം ലക്ഷ്യമിടുന്നു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 32% എന്തായാലും വർദ്ധിച്ചിട്ടുണ്ട്. 2022-23 $2 ബില്യൺ നിന്ന് 2023-24 $2.6 ബില്യൺ ആയാണ് ഉയർന്നത്. 2024-25
ലക്ഷ്യത്തോടെ $5 ബില്യൺ കയറ്റുമതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അമേരിക്ക, ഫ്രാൻസ്, അർമേനിയ എന്നീ രാജ്യങ്ങൾ ഇന്ത്യൻ ആയുധ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രങ്ങളാണ്. ആകാശ്, വ്യോമ, പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ പോലുള്ള ആയുധങ്ങളുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഉപഭോക്താവാണ് അർമേനിയ. ഇതും ശ്രദ്ധേയമാണ്. റഷ്യയുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത ബ്രാഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും ഇന്ത്യ കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 2022 ഒപ്പുവെച്ച $375 മില്യൺ കരാറിന് ഏപ്രിലിൽ മിസൈലുകളുടെ ആദ്യ ബാച്ച് സ്വീകരിച്ച ഫിലിപ്പീൻസ് ബ്രാഹ്മോസിന്റെ ആദ്യത്തെ വിദേശ ഉപഭോക്താവാണ്. 3 രാജ്യങ്ങൾ കൂടി ബ്രാഹ്മോസ് വാങ്ങാൻ ആലോചിക്കുന്നതായി മാധ്യമ റിപ്പോർട്ടുകളും പറയുന്നു. വിദേശ സഹകരണത്തോടെ ഉത്തർപ്രദേശ് ഇടനാഴിയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന ഏറ്റവും വലിയ പദ്ധതികളിലൊന്നാണ് ബ്രാഹ്മോസ്. എയ്റോസ്പേസും റഷ്യൻ ഇന്ത്യൻ സംയുക്ത സംരംഭമായ കലോഷ്നിക്കോവ് AK-203 ആക്രമണ റൈഫിളുകൾ നിർമ്മിക്കുന്നതും ഉത്തർപ്രദേശിലെ അമേഠി ജില്ലയിലെ കോർവ ഫാക്ടറിയിലാണ് AK-203 തോക്കുകൾ നിർമ്മിക്കുന്നത്. സംയുക്ത സംരംഭം വഴി 35,000 കലോഷ്നിക്കോവുകൾ കരസേനയ്ക്ക് കൈമാറിയിട്ടുണ്ടെന്നും ഏകദേശം 6 ലക്ഷം AK-203 റൈഫിളുകളുടെ തുടർന്നുള്ള നിർമ്മാണം 10 വർഷത്തേക്ക് വ്യാപിപ്പിക്കുമെന്നും ഷാഹി പറയുന്നു. ഭാരത് ഫോർജിന്റെയും ടാറ്റ പവർ SEDയുടെയും 100% അനുബന്ധ സ്ഥാപനമായ കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റം ലിമിറ്റഡ് സർക്കാർ നടത്തുന്ന DRDOയ്ക്കൊപ്പം ഹാങ്ഗ്രോൺ അഡ്വാൻസ്ഡ് ഡോട്ട് ആർട്ടിലറി സിസ്റ്റം തോക്കുകൾ നിർമ്മിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു. ഇത് ഇന്ത്യൻ ആർമിയുടെ പീരങ്കി നവീകരണ പരിപാടിയുടെ ഭാഗമായി DRDO മിഷൻ മോഡിൽ ATAGS നിർമ്മിക്കുന്നുമുണ്ട്. അതിന്റെ മസിൽ ബ്രേക്ക് സിസ്റ്റം പക്ഷേ വിദേശ നിർമ്മിതമാണ്. ATAGS പദ്ധതിയിലൂടെ അന്താരാഷ്ട്ര നിലവാരമുള്ള തോക്ക് രൂപകൽപ്പന ചെയ്യുന്നതിലും നിർമ്മിക്കുന്നതിനുമുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനും അഭിപ്രായപ്പെട്ടിരുന്നു. തോക്ക് വാങ്ങുന്നതിൽ നിന്നും ലോകവിപണിയിൽ ഒരു പ്രധാന തോക്ക് വിതരണക്കാരായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. കാൺപൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, വാരണാസിയിലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി തുടങ്ങി പ്രശസ്ത സ്ഥാപനങ്ങളുമായുള്ള സഹകരണം പ്രതിരോധ മേഖലയിലെ നിർണായക ഗവേഷണ വികസനങ്ങളുടെ വിടവുകൾ നികത്താൻ സഹായിക്കുന്നതാണ്. നിർമ്മാണം 7 ഓർഡിനൻസ് ഫാക്ടറികൾ, HSL എന്നിവയുടെ പ്രധാന കേന്ദ്രമായി കാൺപൂരും മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരിലൊന്നായ അമേരിക്ക ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി ലക്ഷ്യസ്ഥാനമാണ് എന്ന് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി വിജയഗാഥയെ എടുത്തു കാട്ടുന്നു. മാത്രവുമല്ല, ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയുടെ 50% US-ലേക്കാണ്. അവിടെ ബോയിങ്, ലോക്ഹീഡ് മാർട്ടിൻ തുടങ്ങിയ പ്രമുഖ അമേരിക്കൻ പ്രതിരോധ കമ്പനികൾ ഇന്ത്യയിൽ സംയുക്ത സംരംഭ സൗകര്യങ്ങൾ സ്ഥാപിച്ചിട്ടുമുണ്ട്. ഈ സൗകര്യങ്ങൾ ആഗോള വിതരണ ശൃംഖലകളുമായി സംയോജിപ്പിച്ചിരിക്കുന്ന ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് അമേരിക്കൻ കമ്പനികൾക്ക് ഏകദേശം $1 ബില്യൺ മൂല്യമുള്ള കയറ്റുമതി സംഭാവന ചെയ്യുന്നു. പോരാത്തതിന് ഇസ്രയേലും അർമേനിയയും ഇന്ത്യൻ പ്രതിരോധ ഉപകരണങ്ങളുടെ പ്രധാനപ്പെട്ട ഉപഭോക്താക്കളാണ്. ഇത് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിന്റെ വർദ്ധിച്ചു വരുന്ന ആഗോള മുൻതൂക്കം അടിവരയിട്ട് കാണിക്കുകയാണ്. അതെ, ഇന്ത്യ കുതിക്കുകയാണ്. ഈ മുന്നേറ്റത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് എന്തായാലും കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് അറിയിക്കൂ. അതോടൊപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.